അമ്മയ്ക്കൊപ്പം തന്നെയല്ലേ മിനിസ്റ്റർ ഇത്തവണയും ഉള്ളത്? അമ്മയെ കണ്ടില്ല, കഴിഞ്ഞ തവണ അമ്മയെ കണ്ടിരുന്നു. അതെ, തീർച്ചയായിട്ടും. അതെ, എല്ലാവരും ഉണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്. രാവിലെ ആകുമ്പോൾ രാവിലത്തെ ഓണപ്പടികളിലെല്ലാവരും വ്യാപൃതരായിട്ട് നിൽക്കുകയാണ്. ചെറുതാണെങ്കിലും ഞങ്ങൾ 5-6 പേരിരുന്ന് ഭക്ഷണം കഴിച്ച് ഓണത്തിനൊരുമിച്ച് കൂടുക എന്നുള്ളൊരു സന്തോഷപരമായിട്ടുള്ള അനുഭവം. രാവിലെ മുതൽ ആളുകൾ വന്നു തുടങ്ങി. ഇന്നെന്തായാലും ഞാൻ വീട്ടിലുണ്ടാകുന്ന ഉറപ്പുള്ളതുകൊണ്ട് കുറച്ചു കാലമായിട്ട് കാണാത്തവരും തിരക്കുകൾക്കിടയിൽ തുടർച്ചയായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തവരും ഒക്കെ ഇന്ന് വീട്ടിൽ വരും. അപ്പോൾ രാവിലെ തൊട്ട് അവരും ഉണ്ടാകും വീട്ടിൽ. ഓക്കെ, അപ്പോൾ മിനിസ്റ്റർ വളരെ സുന്ദരമായൊരു ഓണക്കാലം ആവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ മിനിസ്റ്റർ, ഞങ്ങൾ എന്തായാലും നമ്മുടെ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ ചൂരൽമലയിലെ കുട്ടികൾക്ക് ഓണസമ്മാനം കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ ഓണക്കാഴ്ചകൾ ആരംഭിക്കുന്നത്. അലമീൻ, നമ്മുടെ കുരുന്നുകൾക്ക് ഫുട്ബോൾ ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്ക് റിപ്പോർട്ടറിൻ്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ഓണസമ്മാനം കൊടുക്കാം. ആ ഓണസമ്മാനത്തോടു കൂടി നമ്മൾക്ക് ഇത്തവണത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാം. അലമീൻ, കൊടുത്തോളൂ. അവർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്, അവരോടൊപ്പം ഫുട്ബോളും കൂടെ കളിച്ചോളൂ. അലമീൻ, ഉറപ്പായിട്ടും നമ്മളേതായിരുന്നാലും ഇവിടെ വന്നിട്ടുള്ള ഫുട്ബോൾ പ്രേമിച്ച് ഇവിടേക്ക് വന്ന സുഹൃത്തുക്കൾക്ക് റിപ്പോർട്ടറിൻ്റെ വക ഒരു ഓണസമ്മാനം കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടി കുറച്ച് ഫുട്ബോൾ കൂടി നമ്മൾ കരുതിയിട്ടുണ്ട്. അവർക്ക് ഒരു സമ്മാനമായി നമുക്ക് ഫുട്ബോൾ കൊടുക്കാം. ഞാൻ ഇട്ടേക്കുന്ന ഷർട്ടുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഫുട്ബോൾ തന്നെ എടുക്കാമെന്നുള്ളതാണ് അരുൺ. ഈ ഒരു ഫുട്ബോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഫുട്ബോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പ്രതിനിധികൾക്ക് നമുക്ക് ആ ഫുട്ബോൾ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ട്, എല്ലാവരും കളിക്കുന്നവരൊക്കെയാണ്. നമുക്ക് അവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് നമുക്ക് നേരത്തെ പാട്ടുപാടി കളിച്ചത് ഇപ്പോഴും ഫുട്ബോൾ നമ്മൾ രാവിലെ വന്നപ്പോഴേ ഫുട്ബോൾ എടുത്ത് നിൽക്കുന്ന മനാലിന് നമുക്കിത് കൈമാറാമെന്നുള്ളതാണ്. അവരെയൊക്കെ പ്രതിനിധീകരിച്ച് മനാലിനൊരു ഫുട്ബോൾ കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും വേണ്ടി മനാലിന് കൊടുക്കട്ടെ. മനാൽ വാ, ഇവിടേക്ക് വാ. എല്ലാ ബോളും കൂടെ ഇങ്ങനെ ഒരു ബോളല്ല, ഒരുപാട് ബോളുകൾ അല്ലേ? എങ്ങനെ ബോൾ പിടിക്കുക? ഓക്കെ, ഇത് ആർക്ക് കൊടുക്കും? ഈ ബോൾ വെച്ച് എന്ത് ചെയ്യും? കളിക്കോ? ഇത് ആർക്കെങ്കിലും കൊടുക്കുമോ അതോ മനാൽ ഒറ്റയ്ക്ക് വെച്ച് കളിക്കോ? ആരോറ്റാ കളിക്കുക ഈ ബോൾ വെച്ചിട്ട്? ഒറ്റയ്ക്ക് കളിക്കോ? മനാലിന് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഇവിടെ നിൽക്കുന്ന ബോളുകൾ എടുത്തോട്ടെ അല്ലേ? ഉറപ്പല്ല, ഫുട്ബോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അവരെ ഒന്ന് കളിക്കുകയും ചെയ്യും. അവരെ കളിക്കാനും കൂടി റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ഒന്ന് ബോൾ എടുത്തോ, നമുക്കൊന്ന് കളിച്ചാലോ? റെഡിയല്ലേ? എല്ലാവർക്കും എടുത്ത് വാ, എന്നിട്ട് വാ, നമുക്കൊന്ന് കളിച്ചാലോ? ബാക്കിയുള്ളൊരു ബോൾ അവിടെ വെച്ചിട്ടോ, ഒരു ബോൾ എടുത്തു നമുക്കൊന്ന് കളിക്കാം. വാ, ഓക്കെ, വാ. എല്ലാവരും വാ. ബോൾ വെച്ചിട്ടോ എല്ലാവർക്കും എടുക്കാം. കുട്ടികൾക്കൊപ്പം കുട്ടികൾ കളിക്കട്ടെ, കുട്ടികൾ ചിരിക്കട്ടെ. വളരെ സന്തോഷത്തോടു കൂടി മിനിസ്റ്ററും ഇത് കാണുന്നുണ്ട്. താങ്ക് യു മിനിസ്റ്റർ വൺസ് അഗൈൻ. അവരുടെ ഒരു കളി കൂടി കണ്ടിട്ട് പോയാൽ അരുൺ, നമുക്കൊരു കളി കൂടെ കണ്ടിട്ട് പോകാം വളരെ പെട്ടെന്ന്. അരുൺ, അവരുടെ ഒരു കളി കൂടി. പക്ഷേ ഇത്രയും ചോദ്യമല്ലേ? ബോൾ അടച്ചില്ല. അതാണ് എല്ലാവരും ബോൾ അവിടെ വെച്ചിട്ടോ. നിങ്ങൾ ബോൾ അവിടെ നമുക്ക് എടുക്കും. പണ്ട് ബന്ദാഷ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ പന്തിട്ട് കൊടുത്ത ഈ ഓട്ടം നിൽക്കുമല്ലോ എന്ന് ചോദിച്ച പോലെയാണ്. എല്ലാവരുടെ കയ്യിലും പന്ത് കിട്ടിയ പിന്നെ കളിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പോൾ ഈ ഓണത്തിനൊരു പ്രത്യേകതയും അതാണ്. എല്ലാവർക്കും പന്ത് വേണമെന്ന് ക്ഷണിക്കരുത്. ഒരൊറ്റ പന്ത് കൊണ്ട് ഒരുമിച്ചൊരോണം, അതാണ് ഈ ഓണത്തിൻ്റെയും സന്ദേശം. ഒരുമിച്ചൊരോണം എന്നതാണ് റിപ്പോർട്ടറിൻ്റെ ഇത്തവണത്തെ ഓണത്തിൻ്റെ സന്ദേശവും. നമുക്ക് കുട്ടികളെ കളി ഒന്ന് കണ്ടിട്ട് വളരെ വേഗം വരാം. ഈ കളികളും ശരി. എനിക്കൊന്ന് മിനിസ്റ്റർ ഒരു കാര്യം കൂടി ഞാൻ മിനിസ്റ്ററുടെ അടുത്തൊന്ന് ചോദിക്കട്ടെ. ഈ ഓണത്തെക്കുറിച്ചൊക്കെ മിനിസ്റ്റർ ചിന്തിക്കുമ്പോൾ ഈ കുട്ടികളുടെ ഓണവും കുട്ടികളുടെ കളിയും അതൊന്നും ഇല്ലാതെ ഓണം പൂർണ്ണമാവില്ലല്ലോ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മുതിർന്നവരെക്കാൾ ഓണം കുട്ടികൾക്കാണ് അല്ലേ? ഉറപ്പായിട്ടും മുതിർന്നവർക്ക് തന്നെ ഓണം കുട്ടികളെ ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കുട്ടികളുടെ ഓണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഓണം. യഥാർത്ഥത്തിൽ കർഷക സമൃദ്ധിയുടെ ഓണമാണ് എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യവും നമ്മുടെ പാരമ്പര്യവും. അതാണ് തിരുവോണത്തിൻ്റെ ഏറ്റവും വിശാലമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനപരമായ ചിന്ത എന്നൊക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ പൂക്കളവും കുട്ടികളുടെ മത്സരവും കുട്ടികളുടെ പാട്ടും കുട്ടികളുടെ ആഹ്ലാദവും യഥാർത്ഥത്തിൽ 10 ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് അങ്ങ് ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയൊക്കെ മനസ്സിലുള്ളൊരു ത്രില്ല് ഭയങ്കരമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഏതാണ്ട് 4-5 ഏക്കർ വലിപ്പത്തിലുള്ള കുളമുണ്ട്. അന്തിക്കാട്ട് കുളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ കുളത്തിൽ ചാടുക എന്നുള്ളത് പിള്ളേരുടെ ഒരു തിരുവോണ ദിവസം ഉൾപ്പെടെ വെക്കേഷനായി കഴിഞ്ഞാൽ നീന്തി കുളിക്കുക, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടാകുക, പഠിക്കാനില്ലാതെ ഓടി നടക്കുക. പണ്ടൊക്കെ ഈ
തൊടികളിൽ നിന്ന് തുമ്പപ്പൂ പറിക്കൽ തന്നെ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു ആഘോഷമാണ്. അത് മുതിർന്നവരാരും ആ പണിക്ക് വലുതായിട്ട് ഇറങ്ങാറില്ല. അവരൊക്കെ വീടുകളിൽ നിൽക്കുമ്പോൾ ഉത്രാടം രാവിലെ മുതൽ ആരംഭിക്കുന്ന ഒരു കുട്ടികളുടെ ഘോഷയാത്രയാണ്. മതിലുകളും വേലികളും ഇല്ലാത്ത പറമ്പുകളിലൂടെ മലയാളി മക്കൾ നടത്തുന്ന ഒരു ഘോഷയാത്രയാണ് യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ഏറ്റവും വലിയ വൈബായി പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് കുട്ടികളുടേതാണ് ഓണം. ആ ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറുകളും കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളിൽ തുടങ്ങിയതും ശരി, പ്രത്യേകിച്ച് ചൂരൽമലയാണ് എടുത്തതെങ്കിലും കുട്ടികൾ തുടങ്ങിയതും വളരെ നന്നായി. താങ്ക് യു മിനിസ്റ്റർ. അപ്പൊ നമുക്ക് അല്ലമീൻ നമ്മുടെ കുട്ടികളുടെ ഓണത്തോടുകൂടി നമ്മളുടെ ഓണം ആരംഭിക്കുകയാണ്. നമ്മുടെ ചൂരൽമലയിലെ സ്വന്തം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊപ്പം ഓണം നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ റെഡി, നമുക്ക് മത്സരം തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിയൽ മത്സരം വൈകുന്നേരം വരാനിരിക്കുന്നതേ ഉള്ളൂ. ISL മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈപിടിച്ച് മൈതാനത്തേക്ക് ഇറക്കുന്നത് ഈ ചൂരൽമലയിൽ നിന്ന് വന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അല്ലമീൻ തുടങ്ങിയാലോ? തുടങ്ങാറുൺ വയനാട്ടുകാരുടെ ഈ കുട്ടികളുടെയൊക്കെ സന്തോഷത്തിന് ഒരു കിക്ക് ഓഫ് നമുക്ക് ഇവിടെ നിന്ന് ഉയർത്താം. ഏതായാലും അവരുടെ ഒരു കളി കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, തുടങ്ങിയോ. ഓക്കെ, അപ്പൊ ഗംഭീരായി അല്ലേ? അപ്പൊ നമ്മൾ കൈയടിയോടുകൂടി ഓണാഘോഷം തുടക്കം കുറിക്കുന്നു. അപ്പൊ അല്ലമീൻ ഇനി അവരെ കൊണ്ട് നേരെ മെട്രോയിലേക്ക് പോകണം. അവരുടെയൊക്കെ മെട്രോ കാഴ്ചകൾ കാട്ടിക്കൊടുക്കണം. മെട്രോ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ അല്ലമീനിലേക്ക് തിരിച്ചു വരാം. അപ്പൊ